ഹലോ ഗൈസ്, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നൈയിലുള്ള മ്യൂസിക് ഇവൻറ്റ്സ് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ ആദ്യം അവരുടെ ഷട്ടിൽ ബസ്സിൽ കയറിയിട്ട് വേണം IIT പോവാൻ. അപ്പോൾ ഈ ഷട്ടിൽ ബസ് കിടക്കുന്നിടത്ത് നമ്മൾ പാർക്ക് ചെയ്തിട്ട് വരണം. ശേഷം നമ്മൾ ഈ IIT ക്യാമ്പസിലോട്ട് കയറുന്ന അവിടെ തന്നെ നമുക്ക് കയ്യിലൊരു ടാഗ് അവർ കെട്ടിത്തരും. ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് എന്ന് വെച്ചാൽ ഓഡിയൻസായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ക്യാമ്പസിൻ്റെ ഉള്ളിലൂടെ നടന്ന് വേണം ഇവൻറ്റിന് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. അമിത് ത്രിവേദി എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി സിംഗറിൻ്റെ കോൺസേർട്ടാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് IIT ചെന്നൈയുടെ അകത്ത് കയറാനും ക്യാമ്പസ് കാണാനും ഉള്ളൊരു ഭാഗ്യം ലഭിച്ചു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ലൈവ് കോൺസേർട്ടും കാണുന്നത്. അകത്ത് ചെന്നപ്പോഴത്തേക്കും വളരെ നല്ല ഒരു വലിയ ഫുഡ് കോർട്ട് കണ്ടു. അങ്ങനെ നമ്മൾ രാത്രി ഫുഡൊന്നും കഴിക്കാതെയാണ് പോയത്. അപ്പോൾ അവിടെ ഒരു ഷവർമ കൗണ്ടറിൽ നിന്ന് നമ്മൾ ഓരോ പ്ലേറ്റ് ചിക്കൻ ഷവർമ കഴിച്ചു. ഈ കോൺസേർട്ടാണെങ്കിലും ഫുഡ് എല്ലാം നമ്മൾ പൈസ കൊടുത്തിട്ടാണ്, പേയ്മെൻ്റ് ഉണ്ട്, ഫ്രീ അല്ല ഇതൊന്നും. നല്ല തിരക്കുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളുടെ ഈ സ്കാൻ ചെയ്യാനുള്ള ഈ ഒരു QR കോഡുള്ള പാസ് കാണിച്ച് വേണം നമ്മൾ ഈ കോൺസേർട്ടിൻ്റെ സ്ഥലത്ത് കയറാൻ. വിവിധ തരം ടിക്കറ്റിലുള്ള ആൾക്കാർ ഈ ഗാലറിയിലുണ്ട്, പിന്നെ കുറച്ച് ഫ്രണ്ടിലായിട്ടുള്ളവരുണ്ട്. അപ്പോൾ പല റേറ്റാണ് അവർക്കെല്ലാം. കോൺസേർട്ട് തുടങ്ങുന്നത് വരെ ആൾക്കാർ ഇരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നിൽക്കും, പാട്ടിനൊത്ത് ഡാൻസ് ചെയ്യും, ചാടും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കയ്യിലെ ബാൻഡ് നമ്മൾ കെട്ടിയിട്ട് കയറണമെന്ന് പറഞ്ഞില്ലേ. അമിത് ത്രിവേദി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കോൺസേർട്ടായിരുന്നല്ലോ. എൻ്റെ കൂടെയുള്ള പലർക്കും അദ്ദേഹത്തെ അറിയില്ല. എനിക്ക് കുറച്ച് പാട്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ അറിയാമായിരുന്നു. അത് കാരണം വലിയൊരു ഓളം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറവാണ്. അത് കാരണം കൂടെ വന്നവർക്കും എനിക്കും ചെറുതായിട്ട് ഇടയ്ക്ക് ബോറൊക്കെ അടിച്ചായിരുന്നു. അതിൽ ഞാൻ കണ്ട, ഞങ്ങളിങ്ങനെ ബോറടിച്ചിരുന്നപ്പോഴത്തേക്കുണ്ട് ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു ചേച്ചിയാണെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ അല്ല, ഇങ്ങനെ കോൺസേർട്ട് തുടങ്ങി നിർക്കുന്നിടം വരെയും ആ ചേച്ചിയാണെങ്കിൽ നാളത്തെ പൊങ്കലിനുള്ള വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു. പൊങ്കലിൻ്റെ പായസം എങ്ങനെ വയ്ക്കും, പൊങ്കലിനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെ ചെയ്യും. അങ്ങനെ വളരെ എനിക്ക് തോന്നുന്നുണ്ട് ചേച്ചിക്ക് ഒട്ടും തന്നെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റാതെ ഫുൾ ടൈം യൂട്യൂബിലെ ഓരോ DIY വീഡിയോസ്, ഇതുപോലത്തെ കുക്കറി വീഡിയോസൊക്കെ കണ്ട് ഫുൾ കോൺസേർട്ടും ചേച്ചി യൂട്യൂബിൽ തന്നെയായിരുന്നു ഈ ബഹളത്തിൻ്റെ ഇടയിലും. പക്ഷേ ഞാൻ ചേച്ചി കുറ്റം പറയില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തന്നെ കുറച്ച് ബോറടിച്ചു. എന്ന് വെച്ചാൽ പാട്ടുകൾ അത്ര ഫേമസ് അല്ലാത്തത് കൊണ്ടാണോ അതോ നമ്മൾ ടേസ്റ്റിലുള്ള പാട്ടുകളല്ലാത്തത് കൊണ്ടോ, പക്ഷേ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ലൈവ് കോൺസേർട്ട് കാണാനും ആ ഒരു വൈബും ഒക്കെ എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. വേറെയും പാട്ടുകളുണ്ടായിരുന്നു, പക്ഷേ ഈ പാട്ടാണ് എനിക്ക് കുറച്ചുകൂടി വളരെ ഫേമസും കുറച്ച് എൻജോയബിളായിട്ടും തോന്നിയത്. എൻ്റെ ചാട്ടവും ഡാൻസും തുള്ളലൊക്കെ കാണാം. ഇവിടുത്തെ ഒരു തിരക്ക് കണ്ടു. ഒരു വലിയ ഓപ്പൺ ഗ്രൗണ്ട് മൊത്തം നിറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ക്രൗഡ് കൺട്രോളും പോലീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ് ഈ IIT മദ്രാസ് ക്യാമ്പസിൻ്റെ ഉള്ളിൽ സ്പോട്ടഡ് ഡിയേഴ്സ് ഇല്ലേ, നമ്മുടെ പുള്ളിമാൻ ഇങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുടെ ഇടയിലൂടെ നടക്കും. അത് ഭയങ്കര ഒരു അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. രാത്രി 12 മണിയായപ്പോൾ കോൺസേർട്ട് തീർന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ.